Dear friends, have a good day. Have a good evening. You can train your mind. How? First one is daily exercise. Second one is yoga. Third one is breathing. അത് ബ്രീത്തിങ്ങിനെ കുറിച്ച് ഞാൻ പറയുമ്പം പ്രാണായാമം അത് നിങ്ങളാരും ചിന്തിക്കരുത്. നെഞ്ചത്തല്ല ശ്വാസം എടുക്കേണ്ടത്, ഉദരത്തിലെടുക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഉദരത്തിലെ ശ്വാസം എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ നോസ്ട്രൽസ്, ഈ നമ്മുടെ ഒരു മൂക്കിൻ്റെ ഒരു ഭാഗം അടച്ചിട്ട് ശ്വാസകത്തെടുക്കുക. ആ ശ്വാസം നമ്മുടെ എനർജി ലെവൽ പോകുന്നത് ബ്രെയിനിലേക്ക് പോകും. ഇതുവഴി എടുത്തിട്ട് പിന്നെ ഇപ്പുറത്തെടുക്കുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്യിച്ചു. പിന്നെ അടുത്തത് മൈൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ മൈൻഡ് ട്രെയിനിങ്ങിൽ പോകരുത്. നിങ്ങൾക്ക് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം തോന്നിയാൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിൻ്റെ വെളിച്ചത്തിൽ മാത്രം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വെട്ടത്തിൽ മാത്രം ഒരു ദിവസം 1 മിനിറ്റ് ഇരുന്നാൽ മതി. രണ്ടാമത്തെ ദിവസം 2 മിനിറ്റ് ഇരിക്കണം, മൂന്നാമത്തെ ദിവസം 3 മിനിറ്റ് ഇരിക്കണം, 10ാമത്തെ ദിവസം 10 മിനിറ്റ് ഇരിക്കണം. പക്ഷേ ഇടയ്ക്ക് ഇത് ബ്രേക്കായി പോയാൽ അവിടെ പൂച്ചപ്പടി ചാടിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ അവിടെ നടന്നു പോകുന്നു, അപ്പോഴും നമ്മൾ മാറ്റരുത്. നമ്മുടെ ദൃഷ്ടി പോലും മാറ്റരുത്. ദൃഷ്ടി പോയാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ദറ്റ് ഈസ് കോൾഡ് മൈൻഡ് ട്രെയിനിങ്. സിമ്പിൾ ട്രെയിനിങ് ആണത്, സിമ്പിൾ. അല്ലെങ്കിൽ ചെസ്സ് കളിക്കുക, ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും ചെസ്സ് കളിക്കുക. ഇടത്തെ കയ്യിൽ വെളുത്തതാണെങ്കിൽ വലത്തെ കയ്യിൽ കറുത്തതിനെ എടുത്തോളൂ. 64 കളങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനും റാങ്കും ഫയലും ഉണ്ട്, അത് വേറൊരു ദിവസം പറഞ്ഞുതരാം. അത് മൈൻഡ് ട്രെയിൻ ചെയ്യും. മൈൻഡ് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും. ഇനിയും അടുത്തത് കോഗ്നിറ്റീവ് ഫോക്കസ് എന്ന് പറയും. നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളെ നമുക്ക് വികസിപ്പിക്കണമെങ്കിൽ കോഗ്നിറ്റീവ് ഫോക്കസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് ഇന്നലെ വായിച്ച പുസ്തകം ഇന്ന് വായിക്കാൻ നിൽക്കരുത്, പുതിയത് വായിക്കുക. ഇക്കിഗായിൻ്റെ രഹസ്യമൊക്കെ പഴയ ബുക്കാണ്. എന്നാലും ഞാൻ ചെറിയ കാര്യങ്ങൾ പുതിയതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും. അടുത്തത് ടാലൻറ്റ് ഫോർമേഷൻ ആൻഡ് ടാലൻറ്റ് ട്രാൻസ്ഫറിങ് ആണ്. നിങ്ങൾക്ക് നല്ലോണം സംസാരിക്കാൻ കഴിവുണ്ട് അല്ലേ? നല്ലോണം എഴുതാൻ കഴിവുണ്ട്. ഇന്നലെ എഴുതിയതല്ല ഇന്ന് എഴുതേണ്ടുന്നത്. വലം കൈ കൊണ്ട് എഴുതുന്നതാൻ ഇടം കൈ കൊണ്ട് എഴുതുന്നത് പഠിച്ചേ. അപ്പോൾ ടാലൻറ്റ് ഫോർമേഷൻ നടക്കും. ഈ ടാലൻറ്റ് ഫോർമേഷൻ, ടാലൻറ്റ് ട്രാൻസ്ഫറിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരും ഒരു കൊച്ചു കാര്യത്തിൽ ചെയ്തു തീരേണ്ടവരല്ല. നമ്മുടെ ടാലൻറ്റ് ട്രാൻസ്ഫോർമേഷനുണ്ട്. അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് കാർ ഓടിക്കാൻ എളുപ്പമാണ്. ഓട്ടോ ഓടിക്കുന്ന ആൾ കാർ ഓടിക്കാൻ കയറി ചിലപ്പോൾ പാടുവിടുമായിരിക്കും. പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി നോക്ക്. പക്ഷേ ബസ് ഓടിച്ചിട്ട് അവിടെ നിൽക്കാതെ പ്ലെയിൻ ഓടിക്കാനുള്ള മൈൻഡ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയേ. അതാണ് ടാലൻറ്റ് ട്രാൻസ്ഫോർമേഷൻ, ടാലൻറ്റ് ചേഞ്ച്. ഇനിയൊരു അടുത്ത വാക്ക് ഞാൻ പറയുന്നത് മെറ്റാ തോട്ട്സ്. മെറ്റഫിസിക്കൽ എന്ന് പറയപ്പെടുന്നൊരു വാക്കുണ്ട്. മെറ്റാഫിസിക്ക എന്ന മെറ്റാഫിസിക്സിൻ്റെ വാക്ക്. മെറ്റാ തോട്ട്സ്, ദറ്റ് മീൻസ് when you are thinking about the earth, kindly think about the cosmos. Our universe is not earth, not only earth. Our cosmos is rounded with many other planets. We, the people, are thinking only about the earth. But Kalpana Chawla was thinking another thing. Sunita Williams was thinking another thing. Like that, try to change your thoughts from earth to another planets. മറ്റ് പ്ലാനറ്റ്സിലേക്കൊക്കെ ചിന്തകൾ പോകട്ടെ. നിർത്തട്ടെ. ജോൺസൺ കരുത് ഇരിക്കുന്ന ബാംഗ്ലൂർ വരെ ഒന്ന് ചെറുതായിട്ടൊരു കാശ് പോകണം. അത് കഴിഞ്ഞ് അവിടുന്ന് ഡൽഹി പോകണം. എല്ലാം കഴിഞ്ഞ് എത്താൻ സാധിക്കട്ടെ. നല്ല ദിവസം എല്ലാവർക്കും.